ഏത് പ്രായത്തിലും ആർക്കും സ്വപ്നം കാണാം. പക്ഷെ ആ സ്വപ്നം എത്ര തീവ്രമാണോ അത്ര വേഗത്തിൽ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. എന്ത് പഠിക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് പോലും വ്യക്തത ഇല്ലാതിരുന്ന കാലത്ത് അച്ഛന്റെ ബിസിനസിനെ പിന്തുണയ്ക്കാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നു. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെങ്കിലും അതിൽ തൃപ്തനല്ലാതെ തന്റെ വഴി ഏതെന്ന് അപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്ന അനന്തു എങ്ങനെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്താം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ വിദ്യാർത്ഥി ഇന്ന് ഗ്ലോബൽ ക്ലയൻസിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു യങ് ഓൺട്രപ്രണറായി മാറിയ കഥ. കോഡർ സ്പേസ് സൊല്യൂഷൻസ് LLPയുടെ ഫൗണ്ടർ അനന്തു LS കുമാർ ഇന്ന് സോൾഫുൾ സ്റ്റോറീസിനൊപ്പം. വെൽക്കം അനന്തു. താങ്ക് യു. നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഒരു കുട്ടിക്കാലം, സ്കൂൾ ലൈഫ്, പിന്നെ +2 ആ ഒരു സമയം വരെയുള്ള ഒരു കാലഘട്ടം ഒന്ന് വിവരിക്കാമോ? എങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു? ഇല്ല, ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ സ്റ്റാർട്ടിംഗ് ഒക്കെ CBSE ആണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിംഗ് ആയിരുന്നു. ഭയങ്കര ഈ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു എൻജോയ്മെന്റ് ഉള്ള ഒരു കുട്ടിക്കാലമല്ല. അപ്പൊ 10ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ളതായിരുന്നു. പഠിക്കാനൊക്കെ ആവറേജ് ആയിരുന്നു. ഇപ്പൊ 10-50 വരെയുള്ള ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10ലും 20ലും ഒന്നും ഞാൻ ഉണ്ടാവാറില്ല. അപ്പൊ അതിന് പുറത്തോട്ട് നോക്കിയാൽ മതി. അതൊരു 35ന് പുറകിലോട്ടും ഉണ്ടാവാറില്ല. ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പഠിക്കുക എന്നുള്ളതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയല്ല. ജയിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചു. പഠിച്ചതിന് ശേഷം ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തും പഠിക്കാം, പക്ഷെ CBSE വേണ്ട. കാരണം കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ, അല്ലെങ്കിൽ ലോക്കലി അടുത്തൊക്കെ ഉള്ള കുട്ടികളെല്ലാം സ്റ്റേറ്റ് സിലബസാണ്. അപ്പൊ അവർ ഈ കാര്യങ്ങൾ പറയുന്നതും അവരുടെ സ്കൂൾ ലൈഫിനെ പറ്റി പറയുന്നതും നമുക്ക് എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊന്ന് പോയില്ല, ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വീട്ടിൽ മെസ്സേജ് വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് വന്നാലും സ്റ്റേറ്റിൽ പഠിക്കുക, +1 +2 സ്റ്റേറ്റിൽ തന്നെ പഠിക്കുക എന്നുള്ളൊരു ഇന്റൻഷനിൽ സ്റ്റേറ്റിൽ പോയി. അപ്പോൾ സ്റ്റേറ്റിൽ പോയി പഠിച്ചു. ഈ പറയുന്ന പോലെ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു +1 +2 ലൈഫ് കിട്ടി. അപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം എനിക്കങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും വലുതായിട്ടില്ല. +1 +2ലും ഇതേപോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. പക്ഷേ ആ ഒരു 2 വർഷം ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ചധികം നല്ല കൂട്ടുകാരെ കിട്ടി. ആ കൂട്ടുകാർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം +2 പഠിച്ചു കഴിഞ്ഞ് 10 വർഷമാകുന്നു. ഇപ്പോഴും ഇന്ന് രാവിലെ ഞാൻ നമ്മളൊരു 4 ഫ്രണ്ട്സ് ഉള്ളതിൽ ഒരാളെ രാവിലെയും വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്കൂൾ ലൈഫ്. ഓക്കെ. അപ്പൊ +2 എന്തായിരുന്നു മെയിൻ സബ്ജക്ട്? ഞാൻ ബയോമാക്സ് ആയിരുന്നു. ബയോമാക്സ് ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ഒരു ഉദ്ദേശം? അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് അപ്പൊ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. 10ാം ക്ലാസ് വരെ കഴിയുന്നു. നമ്മൾ നോർമലി കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് എന്ത് പഠിക്കണമെന്ന് അറിയില്ല. 10 കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഇതിലൊക്കെ എടുത്താൽ എന്തിലോട്ട് എത്തും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗോളെന്നൊന്നും എനിക്കന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും അന്വേഷിച്ചപ്പോൾ ഈ ബയോമാക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും പിന്നീട് എന്താ വേണ്ടതെന്ന് വെച്ചാലും പഠിക്കാം. പിന്നീട് ഒരു ലിമിറ്റ് ഇല്ല. കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡുകളിലോട്ട് പോകാൻ പറ്റില്ല. ഹ്യൂമാനിറ്റീസിന് അങ്ങോട്ട് ആക്സസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എടുക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം പഠിക്കാൻ പറയുന്നതിൽ കൊള്ളാമെന്നുള്ള പഠിക്കാം, അങ്ങോട്ട് പോകുമ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആകാം എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരുന്നു. അപ്പൊ പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിരുന്നോ? ഇന്നത് പഠിക്കണം എന്ന് എന്തെങ്കിലും അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇന്നത് പഠിക്കണം എന്നുള്ള ഇല്ല. പക്ഷെ എന്നാലും കൂടുതലും ഫോക്കസ് വരുന്നത് മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണം. കാരണം വേറെ എന്ത് പഠിച്ചിട്ടും വേറെ വലിയതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ചെയ്യാനില്ല. അപ്പോൾ അവർക്കും ഫോഴ്സിങ് അല്ല, എന്നാൽ പോലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 16 വയസ്സൊക്കെ ആവുന്ന കുട്ടികളാണ് ആ സമയത്ത്. അപ്പൊ അന്ന് നമുക്ക് ലോകവിവരമില്ല. അടുത്ത ലോകത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നില്ല. അപ്പൊ വീട്ടുകാരെന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പഠിച്ചു. ഓക്കെ. അപ്പൊ +2 വരെ ആണോ ഈ ക്ലാരിറ്റി ഇല്ലാതിരുന്നത്? ഈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നത് ആ ഒരു കാലഘട്ടം മാത്രമായിരുന്നോ? അതോ അത് കഴിഞ്ഞും അങ്ങനെ തന്നെയായിരുന്നോ? അതായത് എന്താണ് ഓപ്റ്റ് ചെയ്തത്? അത് കഴിഞ്ഞും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞും ഇപ്പോ അച്ഛന് ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അത്യാവശ്യം വലിയ വർക്കുകൾ എടുത്ത് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇപ്പോൾ കേരള ഫുള്ളാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഇലക്ട്രിക്കലാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി പറഞ്ഞ പോലെ MBBSനോട് താല്പര്യമില്ല, അതിനുള്ള സ്കില്ലില്ല. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എഞ്ചിനീയറിംഗ്. എന്നാൽ പിന്നെ നമുക്ക് എഞ്ചിനീയർ ആവാം. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എഞ്ചിനീയർ ആയാൽ നേരത്തെ ബയോമാക്സ് എടുത്ത പോലെ നീ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നിനക്ക് എന്തും പഠിക്കാം. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പേരിന് ഒരു ഡിഗ്രി കിട്ടി, ഇനി നിനക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാണെങ്കിൽ അങ്ങനെ പോവാം.
ഇപ്പൊ ബിസിനസ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പോ ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അങ്ങനെ പോവാം. ഇനി ഇതൊന്നും അല്ല നിനക്ക് ഇലക്ട്രിക്കലിന്റെ പരിപാടിയായിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ പോവാം എന്നുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതിന്റെ ഒറ്റ പേരിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. കാരണം അന്ന് എനിക്ക് MBBS എഞ്ചിനീയറിംഗ് മാത്രമേ അറിയാവൂ. വേറെ എന്താണ് ഓപ്ഷൻസ്? ഈ എഞ്ചിനീയറിംഗ് എടുത്താൽ തന്നെ എന്തുണ്ട്? അല്ലെങ്കിൽ ഇന്ന തസ്തികയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അവരെന്താണ് പഠിച്ചത് എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അന്ന് കിട്ടിയ ഓപ്ഷൻ എഞ്ചിനീയറിംഗ്. അതിൽ പഠിച്ചാൽ ഗുണം, അച്ഛനെങ്കിലും ഗുണമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇലക്ട്രിക്കൽ. കാരണം ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ സിവിൽ എടുത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അന്നും ഗുണമുണ്ടെന്ന് തോന്നുന്നുമില്ല. അപ്പോ എന്തായാലും നമ്മൾ പഠിക്കുന്നു, പൈസ മുടക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ അച്ഛനെങ്കിലും ഗുണം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഇലക്ട്രിക്കൽ ചൂസ് ചെയ്യുന്നത്. അച്ഛൻ ഇലക്ട്രിക്കലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനും എനിക്കും ഇലക്ട്രിക്കൽ. കാരണം ഞാൻ ഈ പറഞ്ഞ 18 വയസ്സാവുന്ന ടൈം പീരീഡ് തൊട്ടേ അച്ഛൻ്റെ കൂടെ സൈഡിലൊക്കെ ജോലിക്ക് പോകും. അപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ ഒരു അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, കാര്യങ്ങൾ അറിയാം, കണക്ഷൻസ് എങ്ങനെയാണ് എല്ലാത്തിനെയും കണക്ടിവിറ്റി ചെയ്യാൻ അറിയാം. ഞാനിങ്ങനെ വർക്കിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ സൈറ്റിൽ ആളില്ലാത്ത സമയത്തൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് വർക്കിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇലക്ട്രിക്കൽ ആണെങ്കിൽ എനിക്കും ഹെൽപ്ഫുൾ ആണ്. ഞാൻ വിചാരിക്കുന്നു ഇത് ഇലക്ട്രിക്കൽ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഇലക്ട്രിക്കലിലോട്ട് പോകുന്നത്. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചോ? അത് സക്സസ്ഫുള്ളി ആദ്യം ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് വരെ സ്ട്രിക്റ്റ് പഠിച്ചു വന്നുകൊണ്ട് തന്നെ +1 +2 ഞാൻ വലുതായിട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ഒരു എപ്പോഴും ഇങ്ങനെ ജയിച്ചു പോവുക എന്നുള്ള ഒരു പരിപാടിയുള്ളൂ. തോക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. കാരണം തോറ്റു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്കായി. എപ്പോഴും ഇങ്ങനെ സർപ്പാസ് ചെയ്ത് പോകണം, എല്ലാവരെയും സർപ്പാസ് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അപ്പോൾ 10ാം ക്ലാസ് ഒരുവിധം പഠിച്ചു, ഒരു 90% മാർക്കായിരുന്നു. +2 ആയപ്പോൾ അത് ഒരുവിധമൊക്കെ +1 മാർക്ക് കുറവാണെങ്കിൽ ഞാൻ +2 അത്യാവശ്യം എഴുതിയെടുത്തു കുറെ കാര്യങ്ങളൊക്കെ. അതായത് CBSE സ്റ്റേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് എഴുതിയാലും ജയിപ്പിക്കും എന്നുള്ള ഒരു ഇന്റൻഷനാണ് എനിക്ക് എല്ലാവരുടെയും നിന്നും കിട്ടിയത്. അപ്പൊ ഞാൻ പഠിച്ചില്ല, പക്ഷെ +1 അത്യാവശ്യം നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ പറയുന്ന പോലെ ചുമ്മാ മാർക്ക് തരുന്നതല്ല സ്റ്റേറ്റ്, നമ്മൾ പഠിച്ചാലേ മാർക്ക് കിട്ടൂ. കാരണം അന്നൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതിയ A+ ആണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് ഞാൻ പഠിച്ചപ്പോഴത്തേക്കും ഒന്നും കിട്ടുന്നില്ല. A+ ഇല്ല, മാർക്കും ഇല്ല, +2 ഇനി കഷ്ടപ്പെട്ടാലേ ജയിക്കുള്ളൂ എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞാൻ പിന്നെ ഇംപ്രൂവ്മെന്റ് എഴുതി, +2 പഠിച്ചെഴുതിയപ്പോഴത്തേക്കും ഒരു 82% മാർക്കിൽ +2 പാസ്സായി കഴിഞ്ഞു. അടുത്ത് ബിടെക്കിൽ വന്നപ്പോഴും ഇതേ സെയിം ഇന്റൻഷൻ തന്നെ, ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ജയിക്കാം എന്നുള്ള. അങ്ങനെ ഒരു ആദ്യത്തെ വർഷം എല്ലാം ബേസിക് ആണ്. നമ്മൾ +2 പഠിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളുടെയും ബേസിക് ആണ്. ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക എന്നുള്ള വെച്ചിട്ട് പഠിച്ചു. 2 സെമസ്റ്ററും കൂടെ ഓരോ പേപ്പർ വീതം 2 പേപ്പർ പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. 2 എന്നൊക്കെ പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ 5ഉം 10ഉം പോയവരുണ്ട്. അപ്പം 2 വലിയ പ്രശ്നമല്ല. അങ്ങനെ അവിടെ നിന്ന് 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ ആകുമ്പോൾ ഇലക്ട്രിക്കലിന്റെ കോറിലോട്ട് നമ്മൾ കയറുക. ഫസ്റ്റ് ഒരു ജനറലൈസ്ഡ് ആണ് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ. 3ഉം 4ഉം എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റും സെക്കൻഡും എങ്ങനെ പഠിച്ചോ അതുപോലെ പഠിച്ചു. 3ാമത്തെ സെമസ്റ്ററിൽ 4 പേപ്പർ പൊട്ടി, 4ാമത്തെ സെമസ്റ്റർ 3 പേപ്പർ പൊട്ടി. അപ്പോ 4, 3, 7ഉം ഫസ്റ്റത്തെ 2 സെമസ്റ്ററിലും കൂടെ 2 പേപ്പർ വെച്ച് 9 പേപ്പറായി. അപ്പൊ എനിക്ക് അവിടെയും മനസ്സിലായി ഇവിടെയും നമ്മൾ ആ +2 പറഞ്ഞ പോലെ പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. പക്ഷെ ഇത് വീട്ടിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ 3ാമത്തെ സെമസ്റ്റർ 4ാമത്തെ സെമസ്റ്റർ ഒക്കെ കോർ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് കുറെ കാൽക്കുലേഷൻസും മാത്സും ആണ്. അപ്പൊ ഈ മാത്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാത്തതുകൊണ്ട് പഠിപ്പിച്ച സാധനങ്ങൾ ഓർമ്മയുണ്ടെങ്കിലും പരീക്ഷയിൽ എഴുതി തുടങ്ങുമ്പോൾ ഒന്നും അങ്ങ് എൻഡിലോട്ട് എത്തുന്നില്ല. അങ്ങനെ 3ഉം 4ഉം സെമസ്റ്റർ ആയപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ ഞാൻ നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പൊട്ടും. അങ്ങനെ തീരുമാനിച്ചു ഇനി തൊട്ട് പഠിക്കാം. ഈ ഇരിക്കുന്ന പേപ്പറുകളെല്ലാം എഴുതിയെടുക്കും വേണം, പഠിക്കും വേണം. അപ്പോഴത്തേക്കും മെയിനായിട്ട് ഒരു ഇന്റൻഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ഐഡിയ പുറത്തുനിന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തോക്കുന്നു എന്ന് കണ്ടപ്പോൾ സിറ്റുവേഷൻസ് ഫുള്ള് മാറി. കൂട്ടുകാരുടെ ഇടയിലുള്ള ഇമ്പാക്റ്റ് മാറി, വീട്ടുകാരുടെ ഇടയിലുള്ള ഇമ്പാക്റ്റ് മാറി, ടീച്ചേഴ്സിന്റെ ഇടയിലുള്ള ഇമ്പാക്റ്റ് മാറി. അതുവരെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിട്ട് ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് ഒരു ഏറ്റവും പഠിക്കാത്തവൻ, അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റിലോട്ട് വരാൻ തുടങ്ങി. കാരണം കൂട്ടുകാർക്ക് വിലയില്ല, വീട്ടുകാർക്ക് വിലയില്ല, നാട്ടുകാർക്ക് വിലയില്ല. കാരണം ഇത്രയും 9 പേപ്പർ പൊട്ടിച്ചിട്ട് നിൽക്കുന്ന ആൾ ആർക്കാണ് വില? അപ്പൊ ഞാൻ അങ്ങ് തീരുമാനിച്ചു നമുക്ക് ഈ പറയുന്ന പോലെ അല്ല. അന്ന് തൊട്ടാണ് ലൈഫ് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നത്. അതുവരെ 20ാമത്തെ വയസ്സ് വരെ ഒരു കളിച്ച് നടക്കുന്ന ഒരു മട്ടായിരുന്നു. ജോലിക്ക് പോവുക, അപ്പോഴും ജോലിക്ക് പോകും. കോളേജിലൊക്കെ ഈ സ്ട്രൈക്ക് വരുന്ന ദിവസങ്ങൾ ശനി ഞായറൊക്കെ ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ ഇലക്ട്രിക്കൽ സൈറ്റിൽ പോകും. അപ്പൊ അച്ഛന് സൈറ്റിലൊക്കെ ആളുണ്ടെങ്കിൽ ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ ഒക്കെ ഉള്ള സമയം, അപ്പോൾ ഡെലിവറി ബോയ് ആയിട്ടും. എന്തായാലും ഇന്റൻഷൻ വീട്ടിൽ നിന്ന് കാശ് വാങ്ങാൻ പാടില്ല. വീട്ടിൽ കാശ് ഉണ്ടെങ്കിലും നമ്മൾ കാശ് വാങ്ങണ്ട, നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു ബോധം അപ്പോഴേ ഉണ്ട്. അതായത് വീട്ടിൽ പോയി പൈസ വാങ്ങുന്നതിനോട് ഒരു താല്പര്യക്കുറവ്, എല്ലാ കാര്യത്തിനും വീട്ടിൽ പോയി വാങ്ങണ്ട. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഒക്കെ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്.
അപ്പോൾ അവരെ പോലെ തന്നെ അവർ വീട്ടിൽ നിന്ന് വാങ്ങുന്നില്ല, അപ്പോൾ നമുക്കും വാങ്ങണ്ട എന്നുള്ളൊരു ഇന്റൻഷൻ. അപ്പോൾ ഈ 20ാമത്തെ വയസ്സായപ്പോൾ തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ ഒന്നും നടക്കൂല. ഈ ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞാനും ഒരു ഫെയിൽഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു 48 സപ്ലി ആയിട്ടൊക്കെ ഇറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും മാറും എന്ന് മനസ്സിലാക്കി. അങ്ങനെ 5ാമത്തെ സെമസ്റ്റർ മുതൽ ഇനി പഠിക്കണം, പഴയത് എഴുതിയെടുക്കണം. അപ്പൊ അത് ഏകദേശം കയ്യിൽ നിന്ന് പോയി, 9 പേപ്പറായി. പക്ഷെ കോളേജിൽ പോകുമ്പോൾ ഒരു ആശ്വാസം, 18, 20 പോയവരുണ്ട്. എന്നാൽ പോലും 9 എങ്ങനെ എഴുതിയെടുക്കും എന്ന് അറിഞ്ഞൂടാ. കാരണം നമുക്ക് ഇനി അടുത്തുള്ള 5, 6, 7, 8 പഠിക്കുകയും വേണം, അതിനോടൊപ്പം 1, 2, 3, 4 എഴുതുകയും വേണം. അപ്പോ ആ സമയം തൊട്ട് പഠിച്ചു. 5, 6, 7, 8 ഒരു സപ്ലി ഇല്ല. എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ. അതിനോടൊപ്പം 1, 2, 3, 4 എല്ലാം ക്ലിയർ ആയി വന്നു. പക്ഷെ എന്റെ ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഏറ്റവും അവസാനം എല്ലാം ക്ലിയർ ആക്കിയ ഞാനാണ്. ഞാൻ 3ാമത്തെ സെമസ്റ്ററിൽ ഒരു പേപ്പർ എനിക്ക് പോയി. അത് പോയത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബാക്കി എല്ലാം എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കിട്ടിയില്ല. അന്ന് ഞാൻ പ്രോഗ്രാമിംഗിന് ഭയങ്കര വീക്കാ. എനിക്ക് ഈ പറയുന്ന കാൽക്കുലേഷനും ലോജിക്കും കോഡും ഒന്നും അറിയില്ല. എനിക്ക് ഈ കോഡ് കണ്ടാൽ തലവേദനിക്കും. എനിക്ക് ഇതിനോട് താല്പര്യമേ ഇല്ല എന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് മൈൻഡ് ഇല്ല, ഇത് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. കാരണം എനിക്കന്ന് ഈ പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ പറയുന്ന 5ാമത്തെ സെമസ്റ്റർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പഠിച്ചെടുക്കണം. കാരണം പഠിച്ചാലേ കിട്ടുള്ളൂ. 7ാമത്തെ സെമസ്റ്റർ വരെയൊക്കെ ഞാൻ ഈ പ്രോഗ്രാമിംഗ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടൊക്കെ എഴുതി നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ബാക്കി എല്ലാം കിട്ടി, എഴുതിയെടുക്കാൻ പറ്റി. പക്ഷെ പ്രോഗ്രാമിംഗ് മാത്രം എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ക്ലാസ്സിലുള്ള എല്ലാവരും അത് എഴുതിയെടുത്ത് കഴിഞ്ഞു. എന്റെ കൂടെ പഠിച്ച എല്ലാവരും എഴുതിയെടുത്ത് കഴിഞ്ഞു. അങ്ങനെ 7ാമത്തെ സെമസ്റ്റർ വരെയും ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ട്രൈ എന്നുള്ള രീതിയിൽ പോയി. ജയിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ ഈ പറയുന്നതിന് എനിക്ക് ഞാൻ ഇടുന്ന എഫേർട്ടിൽ ജയിക്കുന്നില്ല പ്രോഗ്രാമിംഗ്. അപ്പോഴത്തേക്ക് ആ ക്ലാസ്സിലുള്ള എല്ലാവരും ജയിച്ചു കഴിഞ്ഞു, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് പഠിപ്പിക്കുന്ന സാറിനെയാണ് അടുത്ത വർഷം ഞങ്ങളെ വേറെ വേറെ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ എത്തുന്നത്. അവർ പ്രോഗ്രാമിംഗ് അല്ല, പക്ഷെ വേറെ ലാംഗ്വേജസ് പഠിപ്പിക്കാനും അവരാണ് വീണ്ടും വീണ്ടും വേറെ വേറെ ക്ലാസ്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, നിനക്കത് കിട്ടിയോ? കാരണം അവർക്ക് ക്ലാസ്സിൽ എല്ലാവരും പാസ്സാകുമ്പോൾ ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അതൊക്കെ ഞാൻ കാരണം ഹോൾഡാ. കാരണം എല്ലാവരും ജയിച്ചു, ഞാൻ കാരണം ഈ പറയുന്ന പെർസെന്റേജ് 100% എന്നുള്ള അവർക്ക് കിട്ടുന്നില്ല. എനിക്ക് എപ്പോഴും പഠിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ പറയുന്ന കോഡിംഗ് ലാംഗ്വേജിനോട് ഭയങ്കര താല്പര്യമില്ല. അങ്ങനെ ഒരു 21ാമത്തെ വയസ്സ് 2019 ടൈം പീരീഡ് ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയും നമ്മൾ പഠിച്ചാലേ കാര്യമുള്ളൂ, പഠിച്ചാലേ ജയിക്കുകയുള്ളൂ. ഞാൻ ഇടുന്ന എഫേർട്ട് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചധികം ഈ പ്രോഗ്രാമിംഗ് ബേസിക്സിന് സ്ട്രെങ്ത് കൊടുക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നത് ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഇന്റൻഷനിൽ ഓക്കെ അല്ല, നല്ല രീതിയിൽ പഠിച്ചാലേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പ്രോഗ്രാമിംഗ് ബേസിക്സ് പഠിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പഠിപ്പിക്കുന്ന സമയത്തും ഈ കോഡൊക്കെ പേപ്പറിൽ എഴുതുന്നത്. അപ്പൊ പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ കാണാപ്പാഠം പഠിച്ച് എഴുതുന്നത്, ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറിൽ കാണാപ്പാഠം പഠിച്ച് എഴുതുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇതൊക്കെ ഇപ്പൊ അറിയാമെങ്കിലും അന്ന് ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു, ആ പറയുന്ന ലാംഗ്വേജസ് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം 7, 8 സെമസ്റ്റർ ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും റിസൾട്ട് വന്നപ്പോഴും ഈ പേപ്പർ കിട്ടിയിട്ടില്ല. അങ്ങനെ വീട്ടിൽ പറഞ്ഞില്ല, റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം 8ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു, ഈ പറഞ്ഞ സിയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സപ്ലി എഴുതി, സപ്ലിയുടെ റിസൾട്ട് വന്നു, കിട്ടിയിട്ടില്ല. പേപ്പർ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫെയിൽ അടിച്ചു വന്നു. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എഴുതി ജയിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ജയിച്ചില്ല എന്നറിയില്ല. പിന്നെ വീട്ടുകാരുടെ അടുത്ത് പറയാണ്ട് ഈ പറഞ്ഞ ജോലിക്ക് പോയ പൈസ എടുത്ത് റീവാലുവേഷൻ കൊടുത്തു. റീവാലുവേഷൻ കൊടുത്തപ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതായത് അവർക്കെല്ലാം അവർ SIT വരെയുള്ള എല്ലാ പേപ്പറും കിട്ടി, അവരുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഈ ഒരു പേപ്പർ കൂടെ വേണം. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ റീവാലുവേഷന്റെ റിസൾട്ട് വന്നു, പേപ്പർ കിട്ടി. ആ എഴുതിയ പേപ്പർ റീവാലുവേഷൻ കൊടുത്തപ്പോൾ ജയിച്ചു. അങ്ങനെ പേപ്പർ കിട്ടി. അപ്പൊ വീട്ടിൽ പറഞ്ഞു ജയിച്ചു, എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയി, ബിടെക് കഴിഞ്ഞു. 5, 6, 7, 8 സപ്ലി ഇല്ലാത്തതാണ് ഇത്രയും സപ്ലി എഴുതിയെടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ്. കാരണം അതും കൂടെ സപ്ലി വന്നാൽ പിന്നെ എഴുതാൻ പറ്റൂല, എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള അവസ്ഥ. അപ്പൊ ഇതിൽ തന്നെ 19 പേപ്പർ 20 പേപ്പർ എഴുതിയെടുത്ത ആൾക്കാരും ഉണ്ട് ഞങ്ങളെ കൂടെ. വേറെ വേറെ ക്ലാസ്സസിൽ, നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാർ പഠിക്കുന്നവരായിരുന്നു. അപ്പൊ തന്നെ ഈ പറയുന്ന പഠിച്ച് ഈ പ്രോഗ്രാമിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ആയി. അതായത് ഇത് കൊള്ളാമല്ലോ പരിപാടി, ഇത് ഭയങ്കര ഈസി അല്ല, നമ്മളെ പഠിപ്പിച്ചതല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ചപ്പോൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ഒരു ഐഡിയ കിട്ടുന്നത്. അങ്ങനെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഈ ഇലക്ട്രിക്കലിനോടുള്ള വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂട്ടി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എപ്പോഴും ഗോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റേബിൾ ആവണമെങ്കിൽ കാശ് വേണം. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇലക്ട്രിക്കൽ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലികളാണോ ബെറ്റർ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക്കലിന് സാലറി വളരെ കുറവാണ്. ഈ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്.
അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ എന്തായാലും കഷ്ടപ്പെടാനാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഉള്ളതിൽ പൈസ കിട്ടുന്നതിന് വേണ്ടി കഷ്ടപ്പെടാം. എന്തിനാണ് ഈ പറയുന്ന ഇലക്ട്രിക്കലിന് വേണ്ടി കഷ്ടപ്പെടുന്നത്? അപ്പൊ അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ പഠിക്കുന്നു. അച്ഛനെ ഇലക്ട്രിക്കൽ ലൈസൻസ് വെച്ച് വർക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ എന്റെ ലൈസൻസ് വെച്ച് വർക്ക് ചെയ്യണമെന്നാണ് അച്ഛന്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ പഠിച്ചു. ഇനി അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് പരീക്ഷയ്ക്ക് വേണ്ടി അതും പഠിക്കുന്നുണ്ട്. അടുത്തൊരു കമ്പനിയിൽ കയറണം, എത്രയും പെട്ടെന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ കയറുക എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ഇന്റൻഷൻ. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു തീരുമാനം പോലെ തോന്നുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ക്ലയൻസിനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് മെയിൻലി ആ കോൺഫിഡൻസ് വരുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് തന്നെ ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസ് ആയിട്ട് ആൾക്കാർ വർക്ക് തന്നു തുടങ്ങി. അപ്പോൾ ആ തന്ന വർക്കിന് അതിന്റെ എക്സ്ട്രാ പേയ്മെന്റ് കിട്ടി തുടങ്ങി. ആ കൊടുക്കുന്ന വർക്കിന് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയി തുടങ്ങി. അവരുടെ റെഫറൻസിൽ നിന്ന് വേറെ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ ഈ കൊടുക്കുന്ന ഔട്ട്പുട്ട് കാണിച്ച് അവർക്ക് വേറെ വേറെ കമ്പനീസ് ചെയ്താൽ കിട്ടാത്ത ഔട്ട്പുട്ട് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ഇരുന്ന് ചെയ്തു കൊടുക്കുന്നവർ കൊടുക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്യുന്ന വർക്കിന് ആളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കിന് വേണ്ടിയിട്ട് എന്നെ ഹയർ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് ബിസിനസ് ആക്കിക്കൂടാ? ഈ പറയുന്ന പോലെ ഒരിടത്ത് വർക്ക് ചെയ്യാനിരിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അച്ഛന്റെ ബ്ലഡിൽ ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ബിസിനസ് എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ പറയുന്ന CBSE ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അച്ഛൻ നമ്മളെ റോൾ മോഡലാക്കി വളർത്തി കാണിച്ചു. അപ്പൊ ഈ ബിസിനസ് എന്ന് പറയുന്നതിന്റെ പവർ എന്താണെന്ന് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. കാരണം സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും ഇല്ല. നടന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അച്ഛൻ ബിസിനസ് ചെയ്യുന്നു. അച്ഛന്റെ കഷ്ടപ്പാടിൽ ബിസിനസ് വളർത്തുന്നു. അവിടുന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അച്ഛന് അടിയിൽ വർക്ക് ചെയ്യാൻ 20-30 ആൾക്കാർ ജോലിക്കാരാകുന്നു. സൈക്കിൾ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ചോദിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് സൈക്കിൾ തരാൻ പറ്റുമോ? അപ്പൊ തരാൻ പറ്റൂല എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ നിന്നും നമുക്ക് വണ്ടികൾ കൊണ്ട് വീട്ടിൽ വെച്ചാൽ ഇനി വണ്ടി വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അച്ഛന്റെ ഹാർഡ് വർക്കിൽ അച്ഛൻ പരിപാടികൾ മാറ്റുന്നു. അപ്പൊ നോക്കിയപ്പോ എന്തുകൊണ്ടും ഒരു ജോലിക്കാരന് വേണ്ടിയിരിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും സ്വന്തം സ്കില്ല്, സ്വന്തം വർക്കിൽ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ വർക്കിന് ആളുണ്ട്, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ആൾ വരും. ഇനിയിപ്പോൾ അത് സക്സസ് ആയാലും ഫെയിൽ ആയാലും സ്വന്തം പരിപാടി മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി അഥവാ ഫെയിൽ ആയാൽ പോലും എല്ലാവരെ പോലെയും ജോലിക്ക് പോയാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രൈ നടത്തി നോക്കാം. ട്രൈ നടത്തിയാൽ 50% സക്സസ്ഫുള്ളും 50% ഫെയിൽ ആവാനാണ് സാധ്യത. ട്രൈ നടത്താണ്ട് നമ്മൾ എന്നും ഒരാളുടെ അണ്ടറിൽ ജോലിക്ക് പോയാൽ 100% ഫെയിൽ ആവാനേ സാധ്യത ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇന്റൻഷനിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടുമായിട്ട്, ആദ്യമായിട്ട് കമ്പനിയിൽ ജോലിക്ക് പോയ അടുത്തുനിന്ന് കിട്ടിയ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഐഡിയ സംസാരിക്കുന്നു. എനിക്കിങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ട്, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴും ഇതേപോലെ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ ഇതേപോലെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ജോലി നിർത്തുന്നു. പുള്ളി ഇത് ഫുൾ ടൈം ആക്കുന്നു. ഞാൻ എപ്പോഴും ജോലിക്ക് പോകുന്നു. അതിൽ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ പോവുക, കമ്പനീസിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കാരണം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കിട്ടിയ ഐഡിയ വെച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും നല്ലത് ബിസിനസ് സക്സസ്ഫുള്ളി നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരുടെ കൂടെ പോയി എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് പഠിച്ചെടുക്കുക. ഈ വലിയ വലിയ കമ്പനീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ക്ലയന്റിനെ ഡീൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പ്രൊജക്ട് ഡെലിവർ ചെയ്യുന്നത് എന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ ഗോൾ എപ്പോഴും മൾട്ടിപ്പിൾ കമ്പനീസിൽ പോവുക, ഇവിടെ നിൽക്കുന്ന കമ്പനീസിൽ നിന്ന് അടുത്ത വലിയ കമ്പനി തേടി അവിടെ പോവുക, അവിടെ ഒരു 6 മാസം നിൽക്കുക, കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ പോകുമ്പോൾ അവരാരും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല. മീൻസ് അവരുടെ ട്രേഡ് സീക്രട്സ് ഉണ്ട്, അത് അവർ നമുക്ക് പറഞ്ഞു തരില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഇന്റൻഷനിൽ വന്നുകൊണ്ട് നമ്മളത് കണ്ടെത്തും. ഓക്കെ, അവരിങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിനും ഒരു ചെറിയ സാധനം ആഡ് ഓൺ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന്റെ പ്രൊജക്ട് കോസ്റ്റ് കൂടും, പ്രൊജക്ട് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ ഇടപെട്ടോട്ടെ, ഈ ആ. സംഭവം മറ്റേത് ബിടെക്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചു, പക്ഷെ ആ. ഇതിന് ഒരു സ്പെഷ്യൽ കോഴ്സ് എന്തെങ്കിലും പഠിക്കുകയുണ്ടായോ? കാരണം ഏത് പ്രോഗ്രാമിംഗിന് വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു, അതെ, അതെങ്ങനെയോ പഠിച്ച് രക്ഷപ്പെട്ടു, സപ്ലി എഴുതിയെടുത്തു. പക്ഷെ അതെ, അതിനുശേഷം ഈ ഒരു സംഭവം പഠിച്ചെടുക്കണമല്ലോ. ഈ അതെ. സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടാണോ, അതോ സ്വന്തം കഴിവിൽ തന്നെ യൂട്യൂബ് നോക്കി അങ്ങനെ തന്നെയാണോ? ഒരു ഇതൊരു കോഴ്സ് പോലെ പ്രൊഫഷനാക്കാൻ മാത്രമുള്ള ഒരു എന്ത് ബാക്കപ്പാണ് അനന്തുവിന് ഉണ്ടായിരുന്നത്? അത് ഒരു കോഴ്സ് പോലെ പഠിച്ചത് തന്നെയാണ്. അതായത് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ബേസിക്സ് കാര്യങ്ങളെ അറിയാവൂ. ആ ബേസിക്സ് വെച്ചുകൊണ്ട് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം.
അപ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നതും അന്നും ഗൂഗിൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോലി. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നതിൽ ഒരെണ്ണം സോഫ്റ്റ്വെയർ ആണ്. പിന്നെ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് എനിക്ക് വലിയ സ്കിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഞാനത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അടുത്ത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിന്റെ ലിസ്റ്റിലൊന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗേ ഇല്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഏത് കൊള്ളാൻ നോക്കുമ്പോൾ ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2019 കാലഘട്ടം ഇത്. അപ്പോൾ ആ സമയം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് മൊബൈൽ ആപ്സ് ആണ്. മൊബൈൽ ആപ്പിന് ഒരുപാട് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഈ ജോലി കിട്ടുന്ന സൈറ്റുകളിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ ജോലി വേക്കൻസി വരുന്ന പോസ്റ്റുകൾ ഏതാണെന്ന് നോക്കി ആ പോസ്റ്റിന് വേണ്ടി പഠിക്കും. പഠിച്ചിട്ട് ജോലി നോക്കുന്നതിലുപരി ആ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പഠിക്കുന്നതിന് അത്യാവശ്യം 10 പേരെങ്കിലും വേക്കൻസി ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സിന് ഒരുപാട് വേക്കൻസി കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പർ ആവാൻ എങ്ങനെ പറ്റുമെന്ന് നോക്കി ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. കോഴ്സിൽ ജോയിൻ ചെയ്തുവെങ്കിൽ അത് ഫുൾ പ്രീ റെക്കോർഡാ. ഒന്നും മനസ്സിലാവണില്ല. ചോദിക്കാൻ ഒരാളില്ല. അത് പഠിച്ച കോഴ്സ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. പഠിപ്പിക്കാൻ ആളില്ല. നമ്മൾ തന്നെ പഠിക്കണം. അത് യൂട്യൂബിൽ നമ്മൾ എങ്ങനെ പഠിക്കുന്നോ അതൊരു ലൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പോയാൽ ബുധനാഴ്ച വരെ വെയിറ്റ് ചെയ്യണം. ബുധനാഴ്ച ഇത്ര മണിക്ക് പോകുമ്പോൾ ഒരു 100 പേര് ഡൗട്ട് ചോദിക്കാൻ ലിസ്റ്റിൽ നിൽക്കും. അതിലൊരാളായിട്ട് ചോദിക്കണം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ ബുധനാഴ്ച ആവണതിന് മുന്നേ ഞാനിത് അന്വേഷിച്ച് കണ്ടെത്തും. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്. അത് കണ്ടെത്താനുള്ള പ്രധാനമാണ് എനിക്ക് ബുധനാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. ഈ ബുധനാഴ്ച ഈ 100 പേരുടെ ഇടയിൽ കയറി ചോദിക്കാൻ വയ്യ. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 100 പേരുടെ ഇടയിൽ കയറി ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തി പഠിക്കാമെന്നുള്ള. അപ്പോൾ ആ കണ്ടെത്തി പഠിച്ചതൊക്കെ പിന്നീട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള. അപ്പോൾ ഈ ABCD Z വരെയുള്ളതിൽ എയും ബിയും പഠിച്ചുകൊണ്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഫസ്റ്റ് ഒരു കമ്പനിയിൽ. അവിടെ പോകുമ്പോഴും ഇന്റൻഷൻ ഇതാണ്. എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം. ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചെടുക്കണം. പഠിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് വേറെ വേറെ കമ്പനീസിൽ ജോലിക്ക് കയറാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇന്റൻഷൻ. പഠിച്ചു തുടങ്ങി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. വേറൊരാളുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നൊരു 5-6 മാസം കഴിഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഫ്രീലാൻസ് ആൾക്കാരൊക്കെ വരുന്നത്. ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടുന്നതും ഈ പറയുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കും. ഈ റിക്വയർമെന്റ് ഉള്ള ജോലി ഇടുന്ന കമ്പനിക്കാരുടെ അങ്ങോട്ട് പോയി ചോദിക്കും. നിങ്ങൾ ജോലിക്ക് ആളെ എടുക്കുന്നതിനേക്കാളും വർക്ക് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ചെയ്തു തരാം. ഫിക്സഡ് പൈസ തന്നാൽ മതി. മാസാമാസം ശമ്പളം തരണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് കിട്ടിയ ക്ലയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നൊരു 7,000 8,000 ഒക്കെ എമൗണ്ടിന് കിട്ടിയ ആൾക്കാരുണ്ട് സ്റ്റാർട്ടിംഗ് ഫേസ്. അപ്പോൾ ആ കിട്ടിയ ആൾക്കാരുടെ അടുത്ത് കണക്ട് ചെയ്യുന്നു. അവർക്ക് വർക്ക് ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ട് അടുത്തടുത്ത വർക്കുമായിട്ട് അവർ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് വെക്കുന്നത് നമുക്ക്. കാരണം എല്ലാവർക്കും ബിസിനസ്സിലോട്ട് ഇറങ്ങണം. പക്ഷെ എങ്ങനെ ക്ലയൻസിനെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് കിട്ടി തുടങ്ങിയപ്പോൾ കോൺഫിഡന്റ് ആയി. ഇനി ഈ പറയുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2020 കാലഘട്ടമായി. 20 പകുതി ആ ഒരു ടൈമൊക്കെ. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് 2 പേർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം 2 പേര് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റവന്യൂ ഇല്ല. ഈ പറയുന്ന 8,000 10,000 ഒക്കെയാണ് അന്ന് ആ സമയത്ത് നമ്മൾ എമൗണ്ട് വാങ്ങുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഒരാൾ ബിസിനസിന്റെ പുറകെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ ഈ പറയുന്ന ബിസിനസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പോകുന്നു. പെട്ടെന്ന് നോക്കി പഠിക്കാൻ സ്കില്ലുള്ള ആളാണ് ഞാനെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തമ്മിൽ തീരുമാനിക്കുന്നു ഞാൻ പോവാം. ഞാൻ ജോലിക്ക് പോയി പഠിക്കാം. ജോലിക്ക് പോയി പഠിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്താം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇന്റൻഷൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ളതാണ് നിതീഷ്. ഞാൻ നിതീഷ് ഒരുമിച്ച് ഒരു വണ്ടിയിൽ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരേ റൂട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എൻ്റെ സ്കില്ലിൽ വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടിയ ആളാണ് നിതീഷ്. അപ്പോൾ നിതീഷ് സെയിൽസ് സൈഡാണ്, ഡെവലപ്മെന്റ് സൈഡ് അല്ലായിരുന്നു. അപ്പോൾ നിതീഷ് ഡയറക്റ്റ്ലി ബാക്കി നമ്മുടെ സെയിൽസും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരാളും പിന്നെ എൻ്റെ വൈഫ്, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും ഫോൺ ത്രൂ ഒക്കെ. പുതിയ പ്രൊജക്ട്സ് വരുന്നതും ക്ലയന്റിന്റെ ഡൗട്ടും കാര്യങ്ങളും നമുക്കതെങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു സൈഡിൽ നിന്ന് വേറെ ഡെവലപ്മെന്റ് ടീമുണ്ട്. ഞാനല്ല വർക്ക് ചെയ്യുന്ന വേറെ ഡെവലപ്മെന്റ് ടീമുണ്ട്. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. വർക്ക് പുറത്തു വിടുന്നു. അപ്പോൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ, സെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ നിതീഷ്, ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വൈഫ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരുന്ന 2020 പകുതിയൊക്കെ കഴിഞ്ഞ് ഒരു 2021 അടുപ്പിച്ചപ്പോഴാണ് നമുക്ക് ഒട്ടുമിക്ക പ്രൊജക്ട്സിന് അവർക്ക് ബില്ല് കൊടുക്കണം, നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ചോദിച്ചു വന്നപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തു. കമ്പനി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള പേരിലായി. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ വേറൊരു പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ഇനീഷ്യലി. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു, ഡീറ്റെയിൽസ് എടുക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മുടെ വർക്ക് എപ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ വർക്ക് തന്നെയായിരുന്നു. നമ്മൾ കാണിക്കുന്ന വർക്ക് വെച്ചിട്ട് ആൾക്കാർ കമ്പനി കൊടുക്കുന്ന വർക്ക്സ് വേണ്ട, നമുക്ക് തരാം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നു. കാരണം നമുക്ക് അതിന്റെ എമൗണ്ട് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ 8,000 രൂപയ്ക്ക് വാങ്ങുന്ന വർക്കായിരിക്കും, അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് വാങ്ങുന്ന വർക്കായിരിക്കും. നമ്മൾ 50,000 രൂപയുടെ എഫേർട്ട് ഇടും അതിനകത്ത്. കാരണം നമുക്ക് അന്ന് ആ സമയത്ത് കിട്ടുന്ന വർക്കാണ്. ഒരാൾ നമ്മളെ വിശ്വസിച്ച് തരുന്നു, മാക്സിമം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കയ്യിൽ നിന്ന് എമൗണ്ട് പോലും പ്രശ്നമില്ല, കാരണം ജോലിക്ക് പോകുന്നുണ്ട്.
ആ ജോലിക്ക് പോകുന്ന പൈസയാണ് മെയിൻ റവന്യൂ. ഇത് വെറും സബ്ബാണ്, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ, കാണുന്ന സാധനങ്ങൾ, കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം എടുത്ത് കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ആൾക്കാർ അന്വേഷിച്ച് വന്നു തുടങ്ങി. ഞങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്തു തരാവോ എന്ന് പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ എമൗണ്ട് കൂട്ടാൻ തുടങ്ങി. കാരണം ആദ്യമൊക്കെ ഞാനും 1-2 പേരുമാണ് വർക്കിംഗ്. പിന്നീട് പ്രൊജക്ട് കൂടിയപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ടൈമില്ല. ഈ പറയുന്ന ഓഫീസിലെ വർക്ക്, അതിനുശേഷം ക്ലയന്റിന്റെ കോൾസ്, എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോഴും എത്രയാണ് എമൗണ്ട് ഇതിന് വേണ്ടി വാങ്ങേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് എമൗണ്ടിന്റെ കൊട്ടേഷൻ കൊടുക്കുക. ഞാൻ അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കി പ്ലാൻ സെറ്റ് ചെയ്യും. ഇവർ കൊട്ടേഷൻ കൊടുക്കും, ക്ലയന്റിനെ വിളിക്കും, പേയ്മെന്റ് ആക്കും. അതൊക്കെ ഇവർ ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ വർക്ക് ചെയ്യാൻ ടൈം ഇല്ലാണ്ടായപ്പോൾ ആൾ കൂടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് എമൗണ്ടും കൂടാൻ തുടങ്ങി, പ്രൊജക്ടിന്റെ എമൗണ്ട്. അപ്പോൾ കൂടാൻ തുടങ്ങിയപ്പോഴും അതും പേ ചെയ്യാൻ ആളുണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി കിട്ടിയാൽ മതി, നിങ്ങൾ എമൗണ്ട് പറഞ്ഞോ എന്നുള്ള. അങ്ങനെ ഒരു 2023 കാലഘട്ടമൊക്കെ ആവുന്ന സമയമായപ്പോഴത്തേക്കും നിങ്ങൾ എന്തും ചെയ്തോ, നിങ്ങൾ ചെയ്യുന്നതിനുള്ള പറയുന്ന പൈസ തരാം എന്ന് പറയുന്ന രീതിയിൽ ക്ലയൻസ് വന്നു തുടങ്ങി. ഈ 8000 അല്ലെങ്കിൽ 9000 രൂപയ്ക്കൊക്കെ ആദ്യം വർക്ക് തന്ന ക്ലയൻസ് പിന്നീട് വിളിച്ച് 7 ലക്ഷത്തിന്റെയും 8 ലക്ഷത്തിന്റെയും പ്രൊജക്ടുകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പ്ലാൻ ചെയ്തു, ഇത് ക്വാർട്ടർ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമുക്ക് ഇത്രയും ടെക്നോളജീസ് ഉണ്ട്, പുറത്തോട്ട് കൊണ്ടുപോകാം. ഇന്ത്യയിൽ നിന്ന് നേരെ UK കൊണ്ടുപോകുന്നു. അപ്പോൾ UK കണക്ഷൻസ് വെച്ചിട്ട് UK നിന്ന് വർക്ക് വരുന്നു. അപ്പോൾ UK നമ്മൾ കാണിക്കുന്ന പ്രൊഡക്ട്സ് കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. ഇതിനേക്കാളും ലോവർ കൊട്ടേഷനും ഇതിനേക്കാളും ഹയർ കൊട്ടേഷനും ഉണ്ടായിരുന്നിട്ട് ആൾക്കാർ ഡയറക്ട്ലി കൊട്ടേഷൻസ് വരെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട്, നിങ്ങളുടെ വർക്കാണ് ഞങ്ങൾ ഇതിൽ ചൂസ് ചെയ്യുന്നത്, ഇന്ന കമ്പനിയുടെ ഈ കമ്പനിയുടെ ഒക്കെ വേണ്ടാന്ന് പറയുന്നു. ആ കളയുന്ന കമ്പനിയുടെ കൊട്ടേഷൻസ് ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനീസ് വരെ കണ്ടു തുടങ്ങി. അപ്പോൾ അത് വേറെ പ്രശ്നങ്ങൾ. അവർക്ക് കിട്ടേണ്ട വർക്ക്, കാരണം ഒരാൾ കൊടുക്കുന്ന എഗ്രിമെന്റുകളാണല്ലോ എല്ലാവരും പ്രൊപ്പോസൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാം കമ്പനീസിന്റെ പേരൊക്കെ. അപ്പോൾ ആ പറയുന്ന വർക്ക് അവർ കൊട്ടേഷൻ കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ ഇതിന്റെ വർക്കിന്റെ അപ്ഡേറ്റ് കൊണ്ടിടുന്നു. അപ്പോൾ ആ വർക്ക് അതിനകത്ത് കൊണ്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുന്നു. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ നിർത്തുന്നു, കംപ്ലീറ്റ്ലി ഈ പറയുന്ന ക്വാർട്ടർ സ്പേസിന്റെ പുറകെയാണ്. പക്ഷെ എന്നാലും ഈ വർക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നതിന്റെ പേരിലുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള അവരുടെ മുഖം കറുപ്പൊക്കെ കാണേണ്ടി വരുന്നു. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, കാരണം നമ്മൾ അവരുടെ വർക്ക് നോക്കുന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, ആരെന്ത് ചെയ്യുന്നു, ആർക്കെന്ത് വർക്ക് കിട്ടുന്നു എന്നുള്ള. ഇപ്പൊ ഈ പറയുന്ന പോലെ നേരെ UK പോകുന്നു, UK വർക്കുകൾ ചെയ്യുന്നു. അപ്പൊ UK വർക്ക് ചെയ്യുന്ന സമയത്ത് UK ഇന്ത്യയിലും വർക്കിന്റെ ഔട്ട്പുട്ട്സ് കാണിച്ചുകൊണ്ട് ഒമാനിൽ വർക്ക് കിട്ടുന്നു. ഒമാനിൽ മൈനിങ് ഇൻഡസ്ട്രി അങ്ങനത്തെ കുറച്ച് ഇൻഡസ്ട്രികൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് വർക്ക് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം പ്ലാറ്റ്ഫോം ഓൺലൈൻ തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം. പിന്നെ കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യുന്നു, ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ CBSE പഠിച്ചതിന്റെ ഗുണം റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി. കാരണം അവരടുത്ത് സംസാരിക്കാൻ പേടിയില്ല, അവർ ചോദിക്കുന്നതിന് ഇംഗ്ലീഷിൽ അപ്പോഴപ്പോഴും മറുപടി പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അച്ഛൻ അന്ന് CBSE പഠിപ്പിച്ചതിന്റെ ഒക്കെ ഗുണം അപ്പോഴും മനസ്സിലാക്കാൻ പറ്റി. അപ്പോ ഈ പറയുന്ന ഒമാനിലെത്തുന്നു. അടുത്ത അവിടെ നിന്ന് നേരെ നമ്മൾ UAE നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടിംഗ് ടൈമിലെ വർക്കുണ്ട്. അപ്പൊ നമ്മുടെ ഡയറക്റ്റ് ക്ലയൻസ് അല്ല, വേറെ ആൾക്കാർ ഞങ്ങൾക്ക് മൊബൈൽ ആപ്പ് സ്ട്രോങ് ആയിട്ട് തരുന്നതാ. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പ്രൊജക്ട്സ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ UAE ഡയറക്ട്ലി വർക്ക് എടുത്തു തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാം ഹെഡ് ഓഫീസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ വീടാണ് രജിസ്റ്റേർഡ് ഓഫീസായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഹെഡ് ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലമാണ്, ഒരിക്കലും മാറ്റൂല എന്നുള്ള രീതിയിൽ വെക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ, കേരളത്തിൽ വിഴിഞ്ഞത്ത് ഓഫീസുണ്ട്. ഇപ്പോൾ റീസെന്റ് ഇവിടെ പേയാട് പുതിയൊരു സ്പേസ് തുടങ്ങി. ആ സ്പേസിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന. ഇത് നമ്മളൊരു മീറ്റിംഗ് സെന്റർ ആണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആപ്പിന്റെ ക്വാളിറ്റി ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ വന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം. കാരണം ക്ലയൻസ് വരുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ആപ്പ് ഹാങ് ആവോ, സ്ലോ ആവോ, ലാഗ് ആവോ. അപ്പോൾ ചോദിക്കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാം. ഇൻഡസ്ട്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആപ്സ് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ്, എഡ്യൂക്കേഷനിലാണെങ്കിൽ എഡ്യൂക്കേഷണൽ, അടുത്ത് ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഇ-കൊമേഴ്സ്, ഡേറ്റിംഗ് ആണെങ്കിൽ ഡേറ്റിംഗ്, ഇങ്ങനെ എന്ത് ടൈപ്പ് ആപ്പ് ആണെങ്കിലും ഇവിടെ ഓൾറെഡി ഈ 4-5 വർഷത്തിനകത്ത് വെച്ച് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ആപ്പുകളായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്, ഐഫോണുകളിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, ഐപാഡുകളിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ വേണമെന്ന് പറഞ്ഞാൽ ആ ഡിവൈസുകളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ ഐഫോണിൽ വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഐഫോണിൽ സ്മൂത്ത് ആയിരിക്കും, പക്ഷേ ആൻഡ്രോയിഡും ഉണ്ട്, ആൻഡ്രോയിഡിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന പ്രൊജക്ട്, ഇനി ഒരു 3 മാസത്തിനകത്തൊക്കെ ലോഞ്ച് ആവാൻ പോകുന്ന പ്രോഡക്ട്സിന്റെ ഡെവലപ്മെന്റ് കാണാം. എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്ന, അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് എക്സ്പീരിയൻസ്. കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ സപ്പോർട്ടിനായിട്ട് വൈഫും ഫ്രണ്ട്സും കൂടെ ഒപ്പം എല്ലാ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് കൊടുത്തുകൊണ്ടാണ് ഇത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതാണോ സ്കില്ല്, ഓരോരുത്തരുടെ സ്കില്ല് കണ്ടെത്തി ആ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജോബ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സമയം വളരെ കുറവായിരിക്കും.
കാരണം ഓരോ സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഓരോ വിങ് തന്നെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ സ്ട്രെസ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഇതുപോലെ എല്ലാത്തിനും ടീംസ് ഉണ്ട്. അതായത് എല്ലാ പോർഷൻസും വർക്ക് ചെയ്യാൻ ആളുണ്ട്. അപ്പൊ നമുക്കതൊരു ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നോണ്ട് തന്നെ ആരെയും ഫോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. നീ ഇന്നത് ചെയ്യുക, ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ എന്നുള്ളതില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോലെ പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്ന വഴിക്ക് കാറിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടായിരിക്കും ഒരു ക്വാർട്ടർ സ്പേസിന്റെ ഒരു മീറ്റിംഗ് പറയുന്നത്. അപ്പോൾ മീറ്റിംഗ് പറഞ്ഞിട്ട് പറയും നമുക്കിപ്പോഴും ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലയൻസിനെ വിളിക്കാൻ ആൾക്കാർ വേണം, പേയ്മെന്റ് റിമൈൻഡ് ചെയ്യാൻ ആൾക്കാർ വേണം, ഫസ്റ്റ് ഇനിഷ്യലി ക്ലയന്റിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ആൾ വേണം, അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ ആൾ വേണം, ആങ്കേഴ്സ് വേണം, HR വേണം, അക്കൗണ്ട് സെഷൻ മാനേജ് ചെയ്യാൻ ആൾക്കാർ വേണം, വലിയൊരു ഡെവലപ്മെന്റ് ടീം വേണം. അപ്പോൾ ഓരോന്നും ആർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവരവരുടെ സ്കില്ലിനനുസരിച്ച് പറയുന്നു. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്തതാണ്. അപ്പോൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് പറ്റുന്നു എന്നുള്ളത് അവർക്ക് കൊടുത്തിട്ട് പറ്റാത്തത് നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മൾ മാത്രം എടുത്താൽ നമ്മുടെ ബിസിനസ്സാണ്. നമ്മളിടുന്ന അതേ എഫേർട്ട് എല്ലാവരും ഇടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. അവർക്ക് പറ്റാത്ത എന്ത് കാര്യവും ചെയ്യാൻ ഇവിടെ നമ്മൾ റെഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സെക്ഷനായിട്ട് ഇതേപോലെ ഓരോരുത്തരെ മാറ്റി മാറ്റി കൊടുക്കുന്നു. പിന്നെ ടീം സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഡെവലപ്പേഴ്സ്, ഏറ്റവും നല്ല ഡിസൈനേഴ്സ്, ഏറ്റവും നല്ല വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സിൽ എനിക്ക് ഒട്ടുമിക്ക മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സും എനിക്ക് അങ്ങോട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കാര്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും എനിക്ക് 4 വർഷം എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് ഞാൻ ഈ 6 വർഷം എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട. അപ്പോൾ എനിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ ക്വാർട്ടർ സ്പേസിന് വേണ്ടിയിട്ട് കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് ആസ് എൻ എംപ്ലോയി അല്ല, ക്ലയൻസുമായിട്ട് ഡയറക്റ്റ്ലി ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ശനി ഞായർ മിക്കുന്നത് ലുലു മാളിനകത്താണ്. ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ്, ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാൻ പോവുക, പുതിയ പ്രൊജക്റ്റിന്റെ വർക്കിന്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുക, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എല്ലാ ഐഡിയ എടുക്കുക. ഓരോ ആൾക്കാരുടെ അടുത്തും അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. ശനി ഞായർ റെസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ 4 വർഷം എന്ന് പറയുന്ന ആൾക്കാരുടെ 6 വർഷമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. അവർ പറയുന്ന പല സിറ്റുവേഷൻസും ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫിൽ മുന്നേ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഞാനത് സോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല. കാരണം ഒന്നിയിൽ അവരുടെ കമ്പനിയിലെ ഹെഡ് അത് ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ CEO അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനിതിനെല്ലാം യൂസ്ഡ് ആയി. അപ്പോൾ ഇന്നൊരു സെനറി വന്നാൽ ഞാനത് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ആപ്പ് ഞാനത് അവിടെ അതും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും വേറെ ആളുടെ അടുത്ത് ചോദിക്കണ്ട, നെറ്റിൽ സെർച്ച് ചെയ്യണ്ട. കാരണം എൻ്റെ ലൈഫിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാനത് ഓൾറെഡി അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ കിട്ടിയ പ്രൊജക്റ്റുകളായിരിക്കാം, ചിലപ്പോൾ ഡിസ്കഷന് പോകുമ്പോഴായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇതെങ്ങനെ ഇത് സോൾവ് ചെയ്യും. അപ്പോൾ അതന്ന് തിരിച്ച് വണ്ടി ഓടിച്ച് പോണ സമയം മുതൽ വീട്ടിൽ ചെന്ന് അത് അന്വേഷിച്ച് അത് കണ്ടെത്തി പഠിക്കും. കാര്യം പഠിച്ചു, പക്ഷേ ചിലപ്പോൾ വർക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. നാളെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇതിന്റെ കാര്യം എനിക്കറിയാം, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ എവിടെ പോയാലും എനിക്ക് അങ്ങോട്ട് കാര്യം പറഞ്ഞു കൊടുക്കാനേ മൊബൈൽ ആപ്പ് ഡെവലപ്പ്. ചലഞ്ച് നേരിട്ടിട്ടുണ്ടോ സത്യത്തിൽ? ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, ഒരു ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധമാണ്. ഒരു പ്രൊജക്റ്റിന് പോകുമ്പോൾ തന്നെ നമുക്കറിയില്ല പുള്ളിക്ക് എന്താണ് ആവശ്യം, പുള്ളിയുടെ ആവശ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവർക്ക് മാക്സിമം പ്രോബ്ലംസ് പറയാം, സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട ആൾക്കാരാണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ആദ്യം പോകുമ്പോൾ കേൾക്കുന്നത് എല്ലാം പ്രോബ്ലംസ് ആയിരുന്നു, ഒരു സൊല്യൂഷനും കയ്യിലില്ല. ചെല്ലുന്നു, കേൾക്കുന്നു, ഈ പറയുന്ന വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പിന്നീട് പറയാമെന്ന് പറഞ്ഞൊക്കെ ഇറങ്ങുന്നു 2020 കാലഘട്ടങ്ങളിൽ. പിന്നീടായപ്പോൾ ഇത് പറഞ്ഞ പിന്നെ എത്ര ദിവസം നമ്മൾ പറയും നമ്മളിത് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും പഠിച്ചെടുക്കുന്നു, യൂസ്ഡ് ആവുന്നു. അവിടെ പിന്നെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കാനുള്ള ആൻസർ ഓൾറെഡി മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റക്ക് ആവുന്ന സമയമൊക്കെ ഒരു 2022, 2023 ആയപ്പോഴത്തേക്കും സ്റ്റക്കിംഗ് പീരീഡ് ഇല്ല. എന്ത് വർക്ക് വന്നാലും നമ്മൾ ചെയ്യും, നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ടീം സ്ട്രെങ്ത് ആയി. കാരണം ഞാൻ മൊബൈൽ ആപ്പ് ആണെങ്കിലും വെബ്സൈറ്റ് ചെയ്യാനും ബാക്ക് എൻഡിൽ ഡെവലപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ആളുണ്ട്. അപ്പോൾ എല്ലാ ടീമും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും, അല്ലെങ്കിൽ എന്ത് ചലഞ്ച് വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ സമയത്ത് ഈ ഇന്റർനെറ്റും ഗൂഗിളും ഒക്കെ കുറെ കൂടെ സ്ട്രോങ് ആയി. നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും അതിന് സൊല്യൂഷൻ കിട്ടും എന്നുള്ള കാലഘട്ടമായി. ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രോങ് അല്ല, ChatGPT ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കാരെ അന്വേഷിച്ച് ഞാൻ പോയ കാലഘട്ടങ്ങളുണ്ട്. ഈ പറയുന്ന ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് ഇന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ച കാലഘട്ടങ്ങളുണ്ട്.
ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അവരെ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് അത് പഠിച്ചിട്ടുള്ള കാലഘട്ടമുണ്ട്. ഇതെങ്ങനെയാണ് അതപ്പോ പറയുന്ന സമയത്ത് അവൻ പറയുന്ന സമയത്ത് അവരെ വീട്ടിലോ അവർ പറയുന്ന സ്ഥലത്തോ എവിടെയോ പൈസ കൊടുത്ത് പോകേണ്ടി വരും. അപ്പൊ അതിനുള്ള പേയ്മെന്റ് കൊടുത്തു പോയി പഠിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു 23 ഒക്കെ ആയപ്പോൾ ChatGPT ഒക്കെ വന്നതോടുകൂടി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് ബ്രൗസ് ചെയ്ത് കിട്ടുന്ന കാലഘട്ടമായി. ബ്രൗസ് ചെയ്ത് കണ്ടെത്താൻ തുടങ്ങി. കണ്ടെത്തിയ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള സിറ്റുവേഷനായി. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇനി നമുക്ക് ബ്രൗസും ചെയ്യണ്ട. എന്ത് പറഞ്ഞാലും അതിന്റെ സൊല്യൂഷൻ സ്പോട്ടിൽ ക്ലയന്റിന്റെ അടുത്ത് ഡയറക്റ്റ്ലി സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ ഗ്രോ ചെയ്ത് എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു ക്വാർട്ടർ സ്പേസിലോട്ട് എത്തിയത്. ഓക്കെ, ഗ്രേറ്റ്. ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കുട്ടികളോട്, അതായത് ഇപ്പോ അനന്തുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അച്ഛന്റെ ഒരു ബിസിനസ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ തന്നെ ഒരു നല്ലൊരു ഇൻകം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം ഫീൽഡ് കണ്ടുപിടിച്ച് പുതിയതായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ആ ഫീൽഡിലെ കോമ്പറ്റീഷൻ ഒക്കെ പഠിച്ച് എന്തൊക്കെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് ഒരു ബിസിനസ്സിലേക്ക് എത്തി. ഇങ്ങനെ പുതിയ ഒരു തലമുറയ്ക്ക് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കുട്ടികളോട് എന്താണ് അനന്തൂന് പറയാനുള്ളത്? ഞാൻ മെയിൻലി ഈ കംഫർട്ട് സോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എല്ലാ ഒരു 3 വർഷം 4 വർഷം കൂടുമ്പോഴും എൻ്റെ കംഫർട്ട് സോൺ എന്താണെന്ന് നോക്കി അത് ബ്രേക്ക് ചെയ്യാറുണ്ട്. അത് ഒരു സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്തതായിരുന്നു എൻ്റെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നതെന്ന് ബ്രേക്ക് ചെയ്ത് വന്നതായിരുന്നു ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഞാൻ അന്നത് പ്രോഗ്രാമിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചലഞ്ച് ആയിരുന്നു. പരീക്ഷ 3ാമത്തെ സെമസ്റ്ററിൽ എഴുതിയ പരീക്ഷ 8ാമത്തെ സെമസ്റ്ററിലും ആ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ ഈ പ്രോഗ്രാമിലോട്ട് പോകും? അല്ലെങ്കിൽ ആ പോയാൽ എനിക്ക് ആര് ശമ്പളം തരും? ഒരു പേപ്പർ പഠിച്ചെഴുതാൻ പറ്റാത്ത എനിക്കാരാ ശമ്പളം തരാൻ പോണേ? ശമ്പളം തന്നെ എന്നെ ആരാ നിർത്തുന്നത്? അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. കാരണം നമുക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ. കാരണം 100 പേര് ചിന്തിക്കുന്ന അതേ വഴി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ 100 പേരെ പോലെ ആവുകയുള്ളൂ. അപ്പൊ ഞാനത് മെയിൻലി നോക്കിയത് ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഇലക്ട്രിക്കൽ പോലെയല്ല. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പഠിക്കാൻ നമ്മൾ ലൈഫ് ലോങ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരാളും പെട്ടെന്ന് ഈ ഫീൽഡിൽ കയറി വരാൻ പോണില്ല. നാളെ ഒരാൾ ഇത് പഠിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മൾ അങ്ങ് ഫീൽഡ് ഔട്ട് ആക്കാനും പോകുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 3 മാസം ഒരാൾ നമ്മളെ വന്ന് ഫീൽഡ് ഔട്ട് ആക്കി കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പഠിക്കാൻ പാടാണ്. ഈ സമയത്ത് എനിക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് അന്ന് അത് സ്ട്രോങ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്യും. ഇതെനിക്ക് പാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതിൽ എന്തെങ്കിലും ആവും. അന്ന് ഞാൻ ചിന്തിച്ച ഏറ്റവും വലിയ റിസ്ക് ഉള്ള പരിപാടി എന്താണോ അന്നത്തേലും ഏറ്റവും ഹയർ റിസ്ക് എടുത്തത്. അല്ലെങ്കിൽ പല ഓപ്ഷൻസ് വന്നു. ആ ഓരോ ഓപ്ഷൻസ് എടുക്കുക. അന്ന് ഏറ്റവും ഈസി അച്ഛന്റെ ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കുക. അച്ഛൻ കിട്ടുന്ന സാലറി തരുന്ന സാലറി വാങ്ങുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന വർക്കെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അച്ഛന് പോകാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ലെഗസി കൊണ്ടുപോകേണ്ടത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു കംഫർട്ട് സോണായിട്ട് തോന്നി. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയൊന്നും വന്ന ഒരാളല്ല. അച്ഛൻ കഷ്ടപ്പെട്ട് അച്ഛന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ല. അച്ഛന് വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ എൻ്റെ നല്ല നല്ല സമയങ്ങളിൽ കണ്ടു വളരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ എൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ അച്ഛന് തന്ന ഒരു സാധനം എടുത്തു വെച്ച് ചെയ്ത് നടത്തുക എന്ന് പറയുന്ന വലിയൊരു സംഭവമല്ല. അപ്പൊ നമ്മളായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്യുമ്പോൾ എപ്പോഴും അച്ഛൻ ചെയ്തതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കണം. കാരണം അച്ഛൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അച്ഛൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഈ പറയുന്ന ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞൂടാ. അപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് ഉണ്ടെങ്കിലും ഈ കൊട്ടേഷൻ കൊടുക്കുന്നതിലൊക്കെ കൊട്ടേഷൻ ഞാനും എൻ്റെ അനിയനാണ് ടൈപ്പ് ചെയ്യുന്നത്. പണ്ട് മുതൽ വർഷങ്ങൾക്ക് മുന്നേ. അന്ന് കമ്പ്യൂട്ടറൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ എങ്ങനെയാണോ വേണ്ടത് നമ്മളത് നമുക്കറിയാന്നുള്ള ഇംഗ്ലീഷിൽ ചെയ്ത് കൊടുക്കും. ആ പറയുന്ന സ്പെല്ലിംഗ് പോലും അറിയേണ്ടത് അച്ഛനെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നെ കൊണ്ട് അതിന്റെ 10 ഇരട്ടി പറ്റണം. പറ്റിയില്ലെങ്കിൽ ഞാനൊരു ഫെയിലിയറാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു കാരണത്തിലും എനിക്കൊരു ഷോർട്ട് കട്ട് എടുക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അച്ഛനോട് ചോദിക്കുമ്പോൾ +1 +2 ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബയോമാക്സ് ആണ്. പഠിക്കാൻ ഈസി ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോഴേ എനിക്ക് ഈസി എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. പഠിക്കാനൊന്നും വലിയ കഴിവുള്ളവനൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും മൈൻഡ് അപ്പോഴേ ട്രെയിൻഡ് ആണ്. ഈസി പാത്ത് വേണ്ട. ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും കഷ്ടപ്പെട്ടോളാം. കഷ്ടപ്പെട്ടിട്ട് വരാൻ പറ്റുമെങ്കിൽ മാത്രം മതി. അങ്ങനെയാണ് ബയോമാക്സ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഞാൻ ചോദിച്ചപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്നാണ് എൻ്റെ അടുത്ത് 10 പേരോട് ചോദിച്ചപ്പോൾ ഒരു 8 പേരും പറഞ്ഞത്. കാരണം കൂടുതൽ പേപ്പേഴ്സും മാത്സ് ആണ്. ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കറണ്ട്, പോണ കറണ്ട്, നിൽക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭ്രാന്താകുന്ന രീതിയിലുള്ള ഡയഗ്രാംസ് ആണ് തരുന്നത്. വരയ്ക്കാനും സോൾവ് ചെയ്യാനും. അപ്പോൾ അന്ന് എനിക്കിതൊന്നും അറിയില്ല. പക്ഷേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ടഫസ്റ്റ് ഇലക്ട്രിക്കലാണ്. ഓക്കെ.
അപ്പൊ വീട്ടിൽ നിന്ന് ഇലക്ട്രിക്കൽ പറയുന്നു ടഫ് ഇലക്ട്രിക്കലാണ്. ഓക്കെ, എപ്പോഴും ടഫിൽ തന്നെ പോവാം. കാരണം ടഫ് പോയാൽ നമ്മൾ എന്തോ സ്ട്രോങ് ആവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്നൊന്നും അന്ന് പറയാനില്ല. അന്ന് അങ്ങനെ എന്തോ ഒരു മൈൻഡ് വന്നു, അത് പഠിക്കുന്നു. അപ്പോൾ എനിക്കും പറയാനുള്ളത്, കംഫർട്ട് സോൺ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പം ചാടുക. കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല. അത്രയും കംഫർട്ടുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ വരും. ആ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഔട്ട് പെർഫോം ചെയ്തു പോകും. അപ്പോൾ നമ്മുടെ 100 പേര് പോകുന്ന വഴിയായിരിക്കാം, അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വഴി ചൂസ് ചെയ്താൽ മാത്രമേ നമ്മളടുത്തോട്ട് ആൾ വരുള്ളൂ. അപ്പൊ ഈ കഷ്ടപ്പാടുകൾ കാര്യമൊക്കെ പറഞ്ഞു, സ്ട്രെസ്ഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എന്താ പറയാ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു? അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ സ്ട്രെസ്ഡ് ആയി തോന്നിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? എനിക്ക് എപ്പോഴും തോന്നാറ്, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ മൈൻഡാണ്. നമ്മൾ കുറച്ച് കാര്യം ചെയ്ത് സ്ട്രെസ് ആവുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സ്ട്രെസ് ആവുന്നുണ്ട്, എന്ത് ചെയ്താലും സ്ട്രെസ് ആവാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഈ കുറച്ച് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, ഈ കുറച്ചുകൂടെ വലിയ വലിയ രീതിയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം സ്ട്രെസ്ഡ് ആണ്. അവർക്കെല്ലാം 24/7 വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയവും തിങ്കൾ തൊട്ട് വെള്ളി വരെ പറയുന്ന സമയം മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാൻ ഒരു ലോഡ് വർക്ക് എൻ്റെ കമ്പനിയിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കമ്പനിയിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിതൊന്നും ഒരു സ്ട്രെസ്സേ അല്ല. കാരണം എനിക്കിപ്പോൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ചിൽഡാണ്. കാരണം പണ്ടൊരു സമയത്ത് ഒരു കമ്പനിയിലെ ജോലി, അവിടുത്തെ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത്, അവിടുത്തെ ഡെഡ്ലൈൻ മീറ്റ് ചെയ്ത്, എൻ്റെ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്ത്, എൻ്റെ ഡെഡ്ലൈൻസ് മീറ്റ് ചെയ്ത്, കമ്പനിയുടെ ഡെഡ്ലൈൻസും ഒരുമിച്ച് മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്കെപ്പോഴും കൂടുതൽ എന്നുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നതും ഇപ്പം ഞാൻ എത്തിയതും എൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നതിൻ്റെ ഒരു 10% പോലും ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്നും ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഡ്രീമൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ചെറിയ ഒരു 10 30 ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രെസ് ഒന്നും എനിക്കൊരു സ്ട്രെസ്സായിട്ട് തോന്നുന്നുമില്ല. ഈ ഒരു സ്ട്രെസ് തോന്നിയാൽ ഞാൻ എത്തേണ്ടടുത്ത് എനിക്ക് എത്താൻ പറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രെസ്സായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന, എൻ്റെ വൈഫ് പെട്ടെന്ന് സ്ട്രെസ് ആവുന്ന ആളാണ്. വൈഫ് ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്. ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒരു 2025 ആയപ്പോഴത്തേക്കും വൈഫിന് ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സായിട്ട് വരുമെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മന്ത്ലി റവന്യൂ കൊണ്ടുവരുന്ന ഒരാൾ ഇതിനകത്ത് വേണം. അപ്പോൾ അന്വേഷിച്ചും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വൈഫിന് പഠിക്കാൻ നല്ല കാലിബർ ഉണ്ട്. എഞ്ചിനീയറിംഗ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് പാസ്സായപ്പോൾ 96% വാങ്ങിച്ചൊക്കെ പാസ്സായ ആളാണ് എൻ്റെ വൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫിന് ഈ പറയുന്ന ഗവൺമെൻറ് ജോലിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ പുള്ളിക്ക് ചെറിയ ജോലികളോടൊന്നും താല്പര്യമില്ല. ഇരിക്കുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ ആയിട്ടിരിക്കുക എന്നുള്ള. കാരണം അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് എനിക്കും ഇഷ്ടം. നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു 2025 ആയപ്പോൾ പുള്ളിക്കാരി PSC ഒക്കെ എഴുതി ഈ പറയുന്ന ബിസിനസ് നോക്കി നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ച് 26 വയസ്സാവുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരി ഓവർസിയർ എന്ന് പറയുന്ന പോസ്റ്റിൽ കയറി. അപ്പോൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന ആളാണ്, പെട്ടെന്ന് പാനിക് ആവുന്ന ആളാണ്. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ആണ്. നമ്മൾ ഇന്നലത്തേനേക്കാളും ബെസ്റ്റ് ആവാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പാനിക് ആവുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ പാനിക് ആക്കാണ്ടിരിക്കുക. നമുക്കത് സ്ട്രെസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ആ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അത് എടുക്കുക. ഇപ്പോൾ എനിക്കും നിതീഷിനും സ്ട്രെസ് എടുക്കുന്നതിനോട് ഒന്നും ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല. ഇപ്പം ഞങ്ങൾ എത്ര സ്ട്രെസ് വേണം എടുക്കും. ഇപ്പം ഞാനും പ്രതീക്ഷിക്കുന്നില്ല നിതീഷ് എടുക്കുന്ന, അല്ലെങ്കിൽ നിതീഷിന്റെ ക്യാപ്പബിൾ സ്ട്രെങ്തിന്റെ 10% പോലും സ്ട്രെസ് നിതീഷിനായിട്ടില്ല. ഇനി എത്ര സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രഷർ വന്നാലും ഞങ്ങൾ എടുക്കും. കാരണം ഞങ്ങൾ ആദ്യം വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോടൊക്കെ ലോക്കൽ ട്രെയിനിൽ നിന്ന് വന്നിട്ടുണ്ട് ക്ലയന്റുമായിട്ട് സംസാരിക്കാൻ. കാരണം അന്ന് ഈ സ്ലീപ്പർ എടുക്കാനും അല്ലെങ്കിൽ ഒരു ഡിസ്കഷന് വരാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇല്ല. ഇന്നിപ്പം ഞങ്ങൾ കാറിലൊക്കെയാണ് വരുന്ന, റൂമൊക്കെ എടുത്ത് അവിടെ തങ്ങി 2 ദിവസം നിന്നിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അന്ന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ജസ്റ്റ് പോകുന്നു, ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നു, നിന്നുകൊണ്ട് വന്ന് അങ്ങറ്റം വരെ ട്രാവൽ ചെയ്യുന്നു. അവിടെ ഞാൻ നിതീഷും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ പോയി ക്ലയന്റിനെ കണ്ട് സംസാരിച്ച് ക്ലോസ് ആക്കി കൊണ്ടുവന്ന പ്രൊജക്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അടുത്തടുത്ത ഫ്യൂച്ചർ ഗ്രോത്ത്സ് അല്ലെങ്കിൽ ഇനി അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. എന്താണ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അതോ ആപ്പ് ഡെവലപ്പിംഗിൽ തന്നെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മെയിൻലി ഫോക്കസ് ഒക്കെ പല സ്ഥലങ്ങളിലാണ്. അതായത് ഗോൾ എപ്പോഴും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ കാറ് പോകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കാറാണ് നോക്കുന്നത്. ഞാൻ നോക്കുന്ന അതിനകത്തിരിക്കുന്ന ആളെയാണ്. ഈ ആളും നമ്മളും ഒരേ റോഡ് വഴിയാണ് പോകുന്നത്.
ഈ ആളും നമ്മളും ഒരേ സ്ഥലത്താണ് ജനിച്ചത്. കുറച്ച് കിലോമീറ്ററിന്റെ അപ്പുറം ഇപ്പുറം വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പുള്ളിയെ കൊണ്ട് അത്രയും പറ്റുന്നുണ്ട്. ആ കാർ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കും അത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ എപ്പോഴും പൈസ ഉണ്ടാക്കുക. അൺലിമിറ്റഡ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ലീഗലായിട്ടുള്ള എന്ത് വശങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു മെത്തേഡാണ് കോഡർ സ്പേസ്. ഇപ്പോൾ അനന്തൂസ് കോഡർ സ്പേസ് എന്ന് പറയുന്ന പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അനന്തൂസ് കോഡർ സ്പേസ് ആക്കിയത്. പേരിൽ എൻ്റെ ഒരു ലേബൽ കെട്ടണമെന്ന് യാതൊരു ഇതും ഉണ്ടായിരുന്നതല്ല. അപ്പോൾ കോഡർ സ്പേസ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു ജ്വല്ലറി ബ്രാൻഡ് ഉണ്ട്. ജ്വല്ലറി ബ്രാൻഡ് മീൻസ് ഗോൾഡ് അല്ലാണ്ടുള്ള ഓർണമെന്റൽ ജ്വല്ലറി ബ്രാൻഡ് ഉണ്ട്. അതിന്റെ തന്നെ വെബ്സൈറ്റും ആപ്പും വഴിയുള്ള ബുക്കിംഗ്സും കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി ഉണ്ട്. അത് മാനേജ് ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് കമ്പനി വഴി ക്ലയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ഇനി കോഡർ സ്പേസിന്റെ ലെവലിലുള്ള അഡ്വർടൈസ്മെന്റ്സ് പുതിയ പുതിയ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. പോരാതെ ഞങ്ങൾക്ക് ഔട്ട് ഓഫ് ആപ്പ് ഡെവലപ്മെന്റ് കുറേ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും എടുക്കാറില്ല. കാരണം ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം വർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. പൈസയ്ക്ക് വേണ്ടി നമുക്ക് അറിഞ്ഞൂടാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു അറിഞ്ഞൂടാത്തൊരു ടോപ്പിക്കിൽ കയറി ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുക എന്നുള്ളൊരു മട്ട് നമുക്കില്ല. കാരണം ചില ആൾക്കാർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത്ര ലക്ഷത്തിന്റെ ആപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ അവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ചെയ്താൽ ഇത്ര എമൗണ്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾ പറയുന്ന ഐഡിയയിൽ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള അങ്ങനെയൊന്നും പറയുന്ന ഒരു കമ്പനീസ് ഞാൻ കണ്ടിട്ടില്ല. സക്സസ് എന്നത് ഇനി ഒരു ജനറേഷൻ അപ്കമിങ് ജനറേഷന് സക്സസ് എന്താണ് എന്നൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ അനന്തുവിന്റെ ഒരു സെന്റൻസ് എന്തായിരിക്കും? സക്സസ് അത് പറയാൻ ഞാൻ ക്യാപ്പബിൾ ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന. ചില ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര തന്നെയാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതും അത് തന്നെയാണ്. അതെ, ഇപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ സക്സസ് എന്ന് പറയുന്നതിൽ 99% മണിയാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നതും അതിൽ തന്നെയാണ്. കാരണം എനിക്ക് മെയിൻ 2-3 ഇൻട്രസ്റ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്റെ വീട്ടുകാർക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു അത് വാങ്ങാൻ പറ്റണം. അതിനെനിക്ക് പൈസ വേണം. അവർക്ക് എന്ത് ഫെസിലിറ്റി കൊടുക്കണോ അല്ലെങ്കിൽ എന്ത് ഹോസ്പിറ്റൽ കേസ് വന്നാലും ബാക്കപ്പ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി എനിക്ക് വേണം. അതിനെനിക്ക് പൈസ വേണം. ഇപ്പോൾ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രീം ഫുഡ്, ഡ്രീം ഡ്രസ്സ്, ഡ്രീം കാർ, അങ്ങനെ എന്ത് പറഞ്ഞാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലോട്ട് ഞങ്ങൾ മാറണം. പിന്നെ നമുക്ക് ഹെൽത്തിന്റെ കാര്യത്തിലും ഫാമിലി പീസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷനും ബെറ്റർ ആയിരിക്കാം. നമ്മുടെ സക്സസ്ഫുൾ നമുക്ക് ആവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് നമ്മൾ എന്തായാലും ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇനി നിയർ ബൈ പോയി ആവുമ്പോഴും നമുക്ക് വേണ്ടി cheer ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം. നമ്മൾ മാത്രം അവിടെ എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർ കൂടെ ഉണ്ട്. നമ്മൾ ഗ്രോ ചെയ്യുന്നതിൻ്റെ കൂടെ അവർ ഗ്രോ ചെയ്യുന്നു. നമ്മുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നു. ആ സമയത്ത് നമ്മളോട് cheer ചെയ്യാനും അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ സക്സസ് ആയിട്ട് കാണുന്നത്. ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 27 years ഓഫ് ലൈഫ് ജേണി, അതായത് 27 വയസ്സായല്ലോ, ആ ലൈഫ് ജേണി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒട്ടും പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. പക്ഷെ എനിക്ക് ഡയറി കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ അടുത്തടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താവണം എന്നുള്ളത് മാർക്ക് ചെയ്താണ് പോകുന്നത്. പോരാത്തതിന് നമ്മുടെ കമ്പനിയിലും അതിന് വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് തന്നെ ഉണ്ട്. 2030 ഇപ്പൊ ഞാൻ മാത്രം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മാത്രം റീച്ച് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ കൂടെ വരണം. എല്ലാവരും വന്നാൽ മാത്രമേ ഞാൻ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അവരെല്ലാവരും യൂട്ടിലൈസ് ചെയ്ത് ഞാൻ മാത്രം എത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്റേണലി ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. ആ പറയുന്ന ഷീറ്റിനകത്ത് അവരുടെ അച്ചീവ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്ന 2030 വരെ അവർ അച്ചീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഷീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഷീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും കാറാണ്, വീടാണ്. ചില ആൾക്കാർക്ക് അത് എപ്പോഴും നോക്കുന്ന സമയത്ത് പൈസ ബാലൻസ് ഇല്ല എന്ന് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തും പൈസ നോക്കി ചെയ്യാം, അല്ലെങ്കിൽ പൈസ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാണ്ട് എന്തും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പലരുടെയും ഡ്രീമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് 5 വർഷം കഴിഞ്ഞ് എന്താവണം. ഞാൻ മെയിനായിട്ട് 5 വർഷം എന്നുള്ള ഫോക്കസ് വെക്കാറില്ല. അപ്പോൾ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴും ഒരു കാര്യങ്ങളും പ്ലാൻഡ് ആയിട്ടല്ല നടന്നത്. കാരണം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ നോക്കിയാൽ കോഡർ സ്പേസ് ഇങ്ങനെ ഒരു 4 രാജ്യത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാനും പറ്റില്ല. അന്ന് ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, സ്വപ്നം പോലും കാണുന്നില്ല. അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് വരെ നോക്കിയാൽ, 10ാം ക്ലാസ്സിന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഭയങ്കര വീക്കാണ്. അങ്ങ് പുറയിലോട്ട് പോകും തോറും അന്ന് ഞങ്ങൾ അവിടെ ഈ ഒരു ലെവലിലോട്ട് എത്തുമെന്ന് സ്വപ്നത്തിൽ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല. ഈ പറയുന്ന 5 വർഷം എന്നൊക്കെ പറയുന്ന വലിയ പീരീഡാണ്. അപ്പോൾ 5 വർഷത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മളെപ്പോഴും ഇവിടെ കമ്പനിയിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്നിരുന്നതിനേക്കാളും ബെറ്റർ ആവണം നാളെ. നമ്മൾ അങ്ങനെ ആയാൽ മാത്രം മതി, നമ്മുടെ എല്ലാ വർഷവും ബെസ്റ്റ് ആയിരിക്കും.
കാരണം 5 വർഷം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് 2030 പോയി അതെല്ലാം അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിനേക്കാളും ബെറ്റർ ആയിരിക്കണം ഇന്ന്. അപ്പോൾ എപ്പോഴും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇന്നലെ ഇന്നും മാത്രമേ ഉള്ളൂ, വേറെ ദിവസം വരുന്നില്ല. ഇന്നലെ ഇന്ന് നാളെ ഈ 3 ദിവസമേ ഉള്ളൂ, അതെന്നും ഉണ്ട്. മറ്റേത് 2026 ഇനി 4 വർഷമുണ്ട് 30 ആവാൻ എന്നുള്ളൊരു പോയിന്റാണ് എല്ലാവരുടെയും മൈൻഡിൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 2030 ഡയറിയിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം 2026 തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതിലൊന്നാണ് ഈ മീറ്റിംഗ് സെന്റർ, ഈ ക്വാർട്ടർ സ്പേസ് 4 കൺട്രീസിൽ കൊണ്ടെത്തിക്കുക. നമ്മളിപ്പോൾ 5 കൺട്രീസ് ആയി. അപ്പോൾ ഇനി 2030 റീറൈറ്റ് ചെയ്ത് പുതിയ ഗോൾസ് എഴുതണം. അതിലുള്ള അടുത്ത നെക്സ്റ്റ് കുറച്ച് ഗോൾസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടേൺ ഓവർ ഭയങ്കര വലുതായിട്ട് കൊണ്ടുപോകണം. ഒരു 4 കോടി 5 കോടി റേഞ്ചിലോട്ട് ടേൺ ഓവർ എത്തിക്കുക, അതായത് ഇപ്പൊ നിൽക്കുന്നതിന് ഒരു 5 ഇരട്ടി എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ഗോൾസ്. ആ ഗോൾസിനോടൊപ്പം ഞങ്ങൾക്ക് ഇന്ത്യയിലും UK യിലും ഓഫീസുണ്ട്. ഇനി ഇപ്പൊ കേരളത്തിലൊരു ഓഫീസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ ഒരു കോണിലാണ്. അപ്പോൾ ഇനി വേറൊരു സൈഡിൽ, അതായത് ഈ പറയുന്ന തൃശ്ശൂർ മലപ്പുറം സൈഡിലോട്ട് ഞങ്ങൾക്കൊരു ഓഫീസും കൂടെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഇനിയിപ്പോൾ ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന 2030 എത്തും എന്ന് തോന്നുന്നില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പറയുന്ന ഓഫീസുകൾ ബിൽഡ് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാർക്ക് ഇനി ട്രിവാൻഡ്രം വരെ റീച്ച് ആവാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ UK യിൽ ഓഫീസായി, അടുത്തിന് UAE യിൽ ഓഫീസ് വേണം. അപ്പോൾ അതിന്റെ പരിപാടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റഡ് അല്ല, അല്ലെങ്കിൽ പ്ലാൻഡ് അല്ല. പക്ഷേ ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുന്നത് ഞങ്ങളുടെ ഡെയിലി ഉള്ള ഞങ്ങളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനുമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഫർദർ വർഷങ്ങളോളമുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ഡേ ഇപ്പോഴത്തേക്കാളും ബെറ്റർ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ന്യൂ ഇയറും അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങിയ റെസൊല്യൂഷൻ അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തേക്കാളും ബെസ്റ്റ് ആക്കുക നാളെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 2023, 24, 25, 26 എല്ലാം ബെസ്റ്റ് ആണ്. ഇനി അങ്ങോട്ടും അതുപോലെ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് അനന്തു. പഠിച്ച സബ്ജക്റ്റിൽ തന്നെ ജോലി ചെയ്യണമല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു ജോലിയിൽ സംതൃപ്തരാവുന്ന ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അനന്തുവിന്റെ ഈ കഥ ഇൻസ്പയറിംഗ് ആവും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 22 വയസ്സ് വരെ പോലും എന്നൊരു ക്ലാരിറ്റിയും ഇല്ലാതിരുന്ന അനന്തുവിന് എങ്ങനെ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നതിൽ ഉറച്ചു നിന്ന് മാർക്കറ്റ് സാധ്യതകൾ പഠിച്ച് അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ചൂസ് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് കോൺഫിഡന്റ് ആയി മുന്നോട്ട് പോയി ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്താനും അതിൽ നിന്ന് ഗ്ലോബൽ ലെവലിലേക്ക് 4 കൺട്രീസ് ഇപ്പൊ 5ാമത്തെ കൺട്രീസിലേക്ക് എത്തിപ്പെടാനുള്ള ആ നിശ്ചയദാർഢ്യം, അതിന് ഹാറ്റ്സ് ഓഫ് ടു യു. ഇങ്ങനെ കോഡർ സ്പേസ് സൊല്യൂഷൻസ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കോഡർ സ്പേസുമായി എന്റെ കമ്പനി ഒറിഗ പ്രൈവറ്റ് ലിമിറ്റഡിനും ഒരു ബന്ധമുണ്ട്. എന്റെ ആപ്പ് ഡെവലപ്മെന്റുമായി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഈ വേളയിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നിയത് ഒരു ഗ്രൂപ്പ് ഓഫ് യങ് എൻതൂസിയാസ്റ്റിക് എനർജറ്റിക് പീപ്പിൾ ടുഗദർ വിത്ത് സെയിം വൈബ്, അതാണ് എനിക്ക് കോഡർ സ്പേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഏത് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, ഡിസൈനിങ് സൈഡിലോ അല്ലെങ്കിൽ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ആപ്പിലേക്ക്, അങ്ങനെ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഉടൻ റെസ്പോൺസ് ഉണ്ടാവും. അതായത് റെസ്പോൺസ് വിത്ത് എ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ അവർ ഫുൾ ടൈം 24/7 റെഡിയാണ് ഈ കുട്ടികൾ. I should say, like, as a client, we are extremely happy with your service. അത് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഭാവുകങ്ങളും അനന്തു, വൈഫ്, നിതീഷ് ആൻഡ് ദ ഹോൾ കോഡർ സ്പേസ് ടീമിന് എല്ലാ ഭാവുകങ്ങളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച് അനന്തു. താങ്ക് യു.